ഇതെല്ലാം കഴിഞ്ഞ ആ ഒരു മഴയുടെ ഒരു എഫക്റ്റാണ് ഈ കാണുന്നത് മൊത്തം. എന്നെ പോവാനെ ഫുള്ള് ഇവനെ എവിടെ കൊണ്ടുപോയാലും ഞാൻ കൊണ്ട് മറിച്ചിടുന്നതാണ്. മോന്തൊക്കെ ഇടി കെട്ടിയോ? ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. അയ്യോ എന്റെ വണ്ടി പോടാ പോയടാ. ഞാൻ അവനെ ഓവർടേക്ക് ചെയ്ത്. അയ്യോ ഇത് നോക്കി എൻ്റെ ലീഫ്. അയ്യോ ഈ വഴിയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത വഴികളാണ്. ഇതൊക്കെ ഇങ്ങനൊന്നും അല്ലായിരുന്നു നേരത്തെ കിടന്നത്. ഇതൊക്കെ ഫുള്ള് ഇപ്പം ലെവൽ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ ഇവിടം തൊട്ടേ ഫുള്ള് സീനായിട്ട് കിടന്ന റോഡാണ്. ഇവിടെ ഇപ്പോഴും ഏറെക്കുറെ അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ആ ഒരു മഴയുടെ ഒരു എഫക്റ്റാണ് ഈ കാണുന്നത് മൊത്തം. അയ്യോ എൻ്റെ മോനെ. എൻ്റെ മോനെ. അയ്യോ അയ്യോ ആ ഓസ് സൈഡിൽ കൂടെ ആയത് നന്നായി. ഈ റോഡൊക്കെ ഫുള്ള് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവൻ നിങ്ങൾക്ക് വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പഖണ്ഡത്തേക്കാണ്. പുഷ്പഖണ്ഡം, അണക്കര. ഇപ്പം പുഷ്പഖണ്ഡം കഴിഞ്ഞു, അണക്കരയിലേക്കാണ് പോകുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാനും പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മുടെ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്, അതായത് നമ്മുടെ ഒരു ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചാണ്. ഈ ഒരു ഭാഗത്തെ വീഡിയോസിന് കയ്യും കണക്കുമില്ല കേട്ടോ. അതുപോലെ വീഡിയോസ് ഈ ഭാഗത്തിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതുപോലെ കിടില സ്ഥലമാണ്. ഇഷ്ടം പോലെ വൈബ് കിട്ടുന്ന സ്ഥലമാണ്. ഓരോ ടൈമിലും, അതായത് മഴയുള്ള സമയത്ത് ഒരു വൈബ്, വെയിലുള്ള സമയത്ത് വേറൊരു വൈബ്, അങ്ങനെ ചുമ്മാ കിടിലൻ സ്ഥലമാണ് കേട്ടോ. ഇത് പസുമാമയൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പം ഇവിടെ ഞാൻ കയറി വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പം കയറി വന്നതാണ്. ബോറടിച്ച് പിന്നെ നമ്മുടെ പഴയ ഒരാളുണ്ട് ഇവിടുത്തെ. അതാരാന്ന് ഒക്കെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ അവനും വിളിച്ചു കയറി വാ, നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലും കയറി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് തന്നെ നമ്മൾ ഒത്തിരി നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നാളായി. അതുകൊണ്ട് തന്നെ ഞാനും ഓർത്ത് ജസ്റ്റ് കയറി വരാം. ഞാൻ ശരിക്കും വീഡിയോ എടുക്കണമെന്ന് ഓർത്തതല്ല, പിന്നെ ജസ്റ്റ് വീഡിയോ എടുത്തേക്കാം. കാരണം കുറേ ദിവസമായി. നിങ്ങൾ ചാനൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏതാണ്ട് 7-8 ദിവസമായി ഒട്ടി. ഇത് നോക്കിയേ, കാറ്റാടിയൊക്കെ നിൽക്കുന്ന നോക്കിയേ. ഇത് ഇവിടെ പറഞ്ഞുകൊണ്ട് എല്ലാം നിർത്തി വെച്ചേക്കുവാണല്ലോ. എന്താ സംഭവം? കറണ്ട് ഇല്ല ഇവിടെങ്ങും. ഇത് കണ്ടോ എന്ത് രസമല്ലേ നിൽക്കുന്ന കാണാനായിട്ട്. ശരിക്കും എവിടെ പോകുന്നതെന്നൊരു പ്ലാനിങ് ഇല്ല, പക്ഷേ നമുക്ക് നോക്കാം. എൻ്റെ പൊന്നണ്ണ, അണ്ണനെ പേടിച്ച് ഞാൻ തോട്ടി കെട്ടേനെ. ഇപ്പോഴാണ് മഴയില്ല, ഒന്നുമില്ല, വെയിലാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയത്തില്ല അങ്ങോട്ട് കയറിപ്പോന്നേ. അല്ലേ എവിടെ പോയാലും വലിയ സീൻ കാണത്തില്ല. കാരണം മഴ പെയ്തിട്ട് 2-3 ദിവസമായി. 2-3 അത് മേളിലായിട്ടുണ്ട്. ഇപ്പം നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈ വഴിയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അതുപോലെ വീഡിയോസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അവനെയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കയറാനായിട്ടൊരു സ്പോട്ടും കണ്ടുവച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോകാം. ആ കയറുന്നതിൻ്റെ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ദേ ഇവിടെ എത്തി, ശകലവും കൂടെ ഉള്ളൂ. എന്നെ പോവാനെ ഫുള്ള് ചത്തടാ. വേണ്ട, നമ്മുടെ തമിഴ്നാടാണ് അതെ ആ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്താട്ടോ, അവിടെ നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളിത് കേരള ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെ അവിടെയാണ്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് അഖിലാണ്. അപ്പോൾ ഇവനെ നിങ്ങൾ കുറേ നാളായിട്ട് കണ്ടിട്ടില്ലായിരിക്കും. കാരണം ഇവന് ഇവിടെ കുറേ പരിപാടിയൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇവനെ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് കയറാം. നമ്മൾ ഒറ്റ വണ്ടിയെ തന്നെയാണ് പോകുന്നത്. ഈ ഒരു വഴി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ നമ്മൾ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അത് കോമഡി സാധനം കേട്ടോ. അത് മഴയത്താണ് കയറിപ്പോയത്. അത് ചുമ്മാ സാധനമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് കയറിപ്പോ കേട്ടോ. പിടിച്ചിരുന്നോ
ഐ വിൽ ട്രൈ. അയ്യോ ഇതെന്നാടാ ഇത്, കൊക്കയോ? ഇവനെ എവിടെ കൊണ്ടുപോയാലും ഞാൻ കൊണ്ട് മറിച്ചിടുന്നതാണ്. ഇവിടെ കയറിയപ്പോഴും വീണിട്ടുണ്ട്. അതെ, ചെളിക്കകത്തൂടൊക്കെ ഉരുളുമായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൊടുത്ത്. അയ്യോ അയ്യോ അയ്യോ, ഞാൻ ഇവന് ഇവിടെ അവിടെ നിന്ന് ഒരു ലിഫ്റ്റ് കൊടുത്തായിരുന്നെന്ന്. ആ ലിഫ്റ്റ് ഏതിലെയൊക്കെയോ പോയി. ഇത് നോക്കിക്കോ, വഴി നോക്കിക്കോ നിങ്ങൾ, വഴി ഫുള്ള് സീനാണ് കേട്ടോ. നമുക്ക് കയറി പോണ്ടത് ഈ പാറക്കോടാണ്. ഇന്ന് ഞാൻ അവിടെ ഒരു ഫ്രണ്ടൊക്കെ മിക്കവാറും പൊക്കും. വേണ്ട, നിന്നെ വെച്ച് കയറ്റാം. ഫ്രണ്ടൊക്കെ പൊങ്ങിയേ, വഴി ചുമ്മാ സീനാട്ടോ. അയ്യോ 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 അയ്യോ, ആ വണ്ടിയിലെ പോക്ക് കുറവാന്ന്. ഇതിലെ മഴയത്താണ് കയറി വരേണ്ടത്. മഴയത്ത് വണ്ടി ഉണ്ടല്ലോ, ഒരു തൊള്ളി പോലെ അനങ്ങത്തില്ല ഇവിടുന്ന്. കുഴപ്പമില്ല. അയ്യോ പോടാ, അങ്ങനൊന്നും വീഴത്തില്ലടാ. ഫ്രണ്ട് വാങ്ങിയടാ. നമ്മൾ അന്ന് വന്നപ്പോ ഇങ്ങനൊന്നും വഴി കണ്ടില്ലായിരുന്നല്ലോടാ. അയ്യോ മോന്തൊക്കെ ടിടി കെട്ടിയാടാ, മോന്തൊക്കെ ടിടി കെട്ടിയോ? ഞാൻ കയ്യും കൊണ്ടൊരു ഒറ്റ ഇടി കൊടുത്തു കേട്ടോ. ഇത് വഴി ചുമ്മാ ഇപ്പൊ നേരത്തെ പോലൊന്നും അല്ല, ഭയങ്കര സീനാ കേട്ടോ. നമ്മളന്ന് കിടന്ന് ഉരുണ്ട സ്ഥലം ഇവിടെ വന്ന് ഉരുണ്ട് ഉണ്ടല്ലോ, എന്നോ ചെയ്താലും വണ്ടി കയറത്തില്ലായിരുന്നു. അയ്യോ, ഞങ്ങളത് ഇവിടുന്ന് വണ്ടി അവിടെ കയറ്റും, നിരങ്ങി ഇവിടെ വരും. അതെ, ഇവിടെ വന്ന് ഒറ്റ വീഴ്ചയും വീണു, ഇവിടെ വന്ന് വീണു. എന്റെ വന്നെ, നിന്നെ വെച്ച് ഇവിടെ കയറാൻ ചാൻസ് ഇല്ല. എന്നാ നീ കയറും. ഇവനും എന്റെ അടുത്ത് കയറണമെന്നാണ് പറയുന്നത്. ഫ്രണ്ട് നോക്കിയാ, അത് കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അയ്യോ ഓ മൈ ഗോഡ്. അതെ, വെയിലത്ത് കയറുന്നില്ല, അപ്പൊ മഴയത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓ, അങ്ങോട്ടുള്ള വ്യൂ നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ. വഴി തീർന്നടാ എന്റെ വലുതേ. കേറിയിരുന്നോ? ഓ മൈ ഗോഡ്, ഇവിടെ അല്ലേടാ നമ്മളന്ന് കിടന്ന് ഉരുണ്ടത്. എന്റെ തന്നെ, ഞങ്ങളത് ഇവിടുന്നുണ്ടല്ലോ പറന്ന് 2 പേരെ വെച്ച് കയറിയത്. അവിടെ വന്നിട്ട് ഒരു ഒറ്റ വീഴ്ച, അവിടുന്ന് ഉരുണ്ടത് ആ കാട്ടിൽ പോയി. എന്നിട്ട് കയറി നിരങ്ങി ഫുള്ള് കളിയായിരുന്നു കേട്ടോ. ഓ എൻ്റെ മോനെ, അത് നോക്കിക്കേ, സെറ്റല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ബാക്കിയും കൂടെ കയറാം കേട്ടോ. അയ്യോ അയ്യോ അയ്യോ, നമ്മളന്ന് കാട്ടി പോയേ. ഒന്നും ഉണ്ട് മേടിക്കണ്ട. അപ്പൊ നമ്മളന്ന് കഴിഞ്ഞ തവണ കയറി വന്നത് V3 ഇതുമായിട്ട് കയറി വന്നു. ഇവിടം വരെ വന്നുള്ളൂ, കാരണം ഇവിടെ വീണിട്ട് എൻ്റെ കാലിനൊക്കെ നല്ല പണി കിട്ടിയായിരുന്നു. നിങ്ങളത് ആ കാണുന്നതാണ്, അതായത് ഈ കാണുന്നതാണ് നമ്മുടെ നാലുമല. നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല, ഇവിടെ വേറൊരു സ്പോട്ട് ഉണ്ട്, ഇവിടം വരെ ഉള്ളൂ. ഇവിടുന്ന് വഴി തീരുവാണ്. ബാക്കി ഇനി നമ്മൾ വഴി ഉണ്ടാക്കിയൊക്കെ പോവാം കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയും. ഒന്നോ നമുക്ക് ഈ താഴേക്കും കണ്ടല്ലായിരുന്നോ? അവിടെ വീടുണ്ടോ? അവിടെ പോയി നോക്കിയാലോ. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. അയ്യോ, ആരും പേടിക്കണ്ട. നിന്റെ ചെരുപ്പ് എടുത്തോണ്ട് പോടാ. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് ഗുയ്സ്. ഈ കാടിൻ്റെ അകത്തൊരു വീട്, ആൾ താമസമൊന്നുമില്ല. ഇവിടൊക്കെ ഏലമൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്. ഇതൊക്കെ എന്ന് വളരാനാണോ? ആണോ? നമുക്ക് തിരിച്ചങ്ങോട്ട് പോവാം. പക്ഷെ നല്ല രസമുണ്ട്, ഒരു വൈബുണ്ട്. അങ്ങനെ നമ്മൾ കയറി ഈ ഒരു വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചെറുക്കനും ഇരിക്കുന്നു. ഇനിയിപ്പോൾ തിരിച്ച് ഇതിലിറങ്ങിയത് ആ ഒരു ഭാഗത്ത് പോവാം. നല്ല രസമാണ് അവിടെ. കണ്ട, ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം തമിഴ്നാട് കാണാം കേട്ടോ. അങ്ങ് രാമക്കൽമേടൊക്കെ കാണാം. സെറ്റാണ്, ഫുള്ളൊരു പ്രത്യേക ആംബിയൻസ് കേട്ടോ ഇതിൻ്റെ അകത്ത്.
നമുക്ക് പോകേണ്ടത് ആ ഒരു പാറയുടെ മണ്ടയ്ക്കാണ്. പക്ഷെ വഴി കണ്ടുപിടിക്കണോ ഇനി? അന്ന് പോയ വഴിയൊന്നും ഓർക്കുന്നില്ല കേട്ടോ. അയ്യോ, മുള്ളാനോ ഇപ്പോഴോ? ആ വേണ്ട, ഒരു ചെറിയ വഴി ഉണ്ടോ. ഓ മൈ ഗോഡ്. ആ നീ ഇറങ്ങിക്കോ. അയ്യോ, ഓ മൈ ഗോഡ്. ഓ മൈ ഗോഡ്, ഇതെന്തടാ ഇത്? എടാ വഴിയില്ലടാ. ഓ കാലെന്ന് പറഞ്ഞ പട്ടിപ്പുല്ലേ. പുല്ലെൻ്റെ കാലെ പിടിച്ച് വെച്ചിരിക്കുവായിരുന്നു ഗൈസ്. അവൻ പതുക്കെ വരട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, ഇത് ഫുള്ള് കുഴിയാ കേട്ടോ. അയ്യോ, ഓ പാറ. കൊള്ളാം. ഓ മൈ ഗോഡ്, വാ, നമ്മളങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഗൈസ്. മനോസേ ഇവിടെ ഇരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചെറുക്കനെ നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ നോക്കിയേ. ഇവിടെ പസുമാമയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ എണ്ണം ഏല കയറി വന്നാണോ ആവോ. നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് താഴെ കാണുന്നതാണ്. അതെ, ഇവിടെ എല്ലാം കാറ്റാടികളുണ്ട്. ആ ഒരു ഭാഗത്താണ് നമ്മുടെ തമിഴ്നാട്, ഈ ഒരു ഭാഗം കേരളം. ദേവനും നടന്നു വരുന്നുണ്ട്. നമ്മുടെ ചെറുക്കനും ഇവിടെ ഇരിപ്പുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഫുൾ പവറാണ്. ആകാശമൊക്കെ നോക്കിയേ, നമ്മുടെ മേഘമൊക്കെ നോക്കിയേ, എന്ത് രസമല്ലേ കാണാനായിട്ട്. സെറ്റ്. അപ്പോൾ ഇത് നോക്കിയേ, ഈ ഒരു പുല്ലിലേക്ക് വെട്ടമടിക്കുന്ന നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ. സെറ്റ്. ഇവിടെ സൂര്യൻ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത് ഇതാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മുടെ ചെറുക്കനും ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. സൂര്യനൊക്കെ നോക്കിയാൽ ഈ ഒരു ഇവിടുത്തെ ഫുൾ ഇത് നോക്കിയേ, രസമല്ലേ. ഇനിയിപ്പോൾ കയറി പോകണം. ഇല്ലേ കയറി പോകുന്ന കോമഡി ആയിരിക്കും കേട്ടോ. ഇവിടെയാണ് ഇവൻ പണ്ട് MD കൊണ്ടൊരു വീലിയൊക്കെ അടിച്ചത്. ഓ സീറ്റ്. ഈ തവണ ഞാനാ കേട്ടോ വീലി അടിച്ച്. താടി പോയോ? പോയോ? അയ്യോ, എന്റെ വണ്ടി പോടാ. ഇന്നലെ പറ്റിയാടാ. അയ്യോ കോമഡിയായിരുന്നു. അവനൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് അവനെ പിടിക്കാഞ്ഞത്. എന്നാത് ഇന്ന് കയറി വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇവനെ വീഴ്ത്താൻ എന്നും വീഴ്ത്തുമെന്ന്. ഇന്നും അതേപോലെ തന്നെ നടന്നിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ വീണില്ല കേട്ടോ, ഞാൻ ഇറങ്ങി ഓടി. ഇവൻ എന്നെയും പിടിച്ചോണ്ട് വന്നതാ, ഇവൻ വീണ് കേട്ടോ. എടുക്കുവാടാ. അയ്യോ അയ്യോ, ഫുള്ള് കോമഡി ആയിരുന്നു കേട്ടോ. ചെറുതായിട്ടേ വീണുള്ളൂ. വണ്ടി പതുക്കെ അവിടെ മറച്ചു വെച്ചു, കാരണം അവിടെ ഇതുപോലെ ഇത് കണ്ടോ ഫുള്ള് കുഴിയാണ്. പിന്നെ അവനും കൂടി ഇരുന്നുകൊണ്ട് എനിക്ക് കാലം അത്രയും വെയിറ്റ് കിട്ടിയില്ല. അയ്യോ കോമഡി ആയിരുന്നു കേട്ടോ. അയ്യോ വിടറ എന്നെ.
സോ അങ്ങനെ നമ്മൾ ടോപ്പിൽ കയറി വന്നിട്ടുണ്ട്. അയ്യോ അടുത്തല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം പുല്ലായതുകൊണ്ട്, പുല്ല് മാത്രമല്ല കുഴിയാ മൊത്തം. രണ്ടും കൂടെ ആകുമ്പോഴേക്ക് നല്ല രസം കേട്ടോ. അയ്യോ അയ്യോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. അയ്യോ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ ഇന്ന്. ഇവിടൊക്കെ നമ്മൾ അന്ന് കിടന്ന് നിരങ്ങിയതാ. ഇന്നൊരു വിഷയമുള്ള കേസല്ല. അതെ, നിന്റെ ആ മനസ്സുണ്ടല്ലോ. അത് ശരി കേട്ടോ, പിടിച്ചിട്ട് വണ്ടി നിൽക്കുന്നില്ല. നല്ല രസമുണ്ടല്ലേ പുല്ല് കാണാൻ. ഇപ്പൊ രസമുണ്ട്. ഞാനിപ്പോ നേരെ പോയനാടാ. നമ്മൾ കയറി വന്ന വഴി. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഓൾ അണ്ടർ മൈ കൺട്രോൾ. പോയടാ, അയ്യോ പോയടാ പോയടാ. രക്ഷപ്പെട്ടു. ന്യൂട്രേ പോവാ. പോയി. ബ്രേക്ക് ഉണ്ട് ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത. ഒന്നോ എന്തടാ. അങ്ങനെ ഫൈനലി നമ്മളിത് ഈ പാറപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ആരും പേടിക്കണ്ട. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഓൾ അണ്ടർ മൈ കൺട്രോൾ. എടാ കാല നിന്നില്ലടാ, ഞാൻ എന്നാ ചെയ്യാനാ. നീയും കൂടെ കാല് കുത്തുവായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കായിരുന്നു. എനിക്ക് കാലെത്തുന്നില്ല എന്നാണ് അവിടെ കുത്തിയിട്ട്. അങ്ങനെ കുറെ കഠിനമായ വീഴ്ചകളില്ല കേട്ടോ. ഒരു വീഴ്ചയ്ക്ക് ശേഷം വഴി ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. ഓക്കെ, നമ്മളങ്ങനെ താഴെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി എവിടെയെങ്കിലും കൊണ്ട് നിർത്താം കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ നിന്ന് എല്ലാം ഇറങ്ങി തിരിച്ചു ഇവിടെ വന്നിട്ടുണ്ട്. വേണ്ട നമ്മുടെ ചെറുക്കനിരിക്കുന്നു, അവനുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു കാറ്റാടിയുടെ അടി വന്ന കേട്ടോ. അയ്യോ നിങ്ങൾക്ക് കാണാമോ എൻ്റെ പെടലിൽ പോടി ഞാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എൻ്റെ ടോപ്പിൽ കയറിയിട്ട് അവിടെ വെച്ച് വീഡിയോ എന്ത് ചെയ്യാം കേട്ടോ. കുറേ കയറാനുണ്ട്. ഇത് കണ്ടോ, അയ്യോ കുറേ ഉണ്ട് കുറേ. ഇത് കണ്ടോ അവൻ കയറി പോകുന്നേ. അയ്യോ അതുപോലെ ടോപ്പിൽ വരെ കയറണം കേട്ടോ. ടോപ്പിൽ ചെന്നിട്ട് കാണാം. ഇതുണ്ടോ അങ്ങ് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ആവോ. കയറി ടോപ്പിൽ പോകാം കേട്ടോ. ഞാൻ അവനെ ഓവർടേക്ക് ചെയ്ത് മണ്ട വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ ഇനി അത്രയും കൂടെ കിടക്കുവാണ്. വ്യൂ ഒക്കെ നോക്കിക്കേ, സെറ്റ്. കയറട്ടെ. അങ്ങനെ ഇതിൻ്റെ ടോപ്പിൽ കയറി വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിക്കേ. അവനും ഇവിടെ കയറി വന്നു. ഇവിടെ എണീക്കാനുള്ള ഇടയില്ല കേട്ടോ. അയ്യോ ഇത് നോക്കിക്കേ എൻ്റെ ലീഫ്. സെറ്റ്. താഴെ നമ്മുടെ ചെറുക്കനും ഇരിപ്പുണ്ട്. അയ്യോ നല്ല ഹൈറ്റിലാണ് കേട്ടോ, നല്ല ഹൈറ്റിലാണ്. 130 അടിയുണ്ട് ഇത്. അപ്പോൾ ഇത് നോക്കി, ആ കാണുന്നതാണ് നമ്മുടെ നാലുമല. അതുപോലെ തന്നെ എന്താ ഈ സൈഡിലുണ്ട് അതേ മണ്ടവശം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ആകം. കണ്ട എൻജിൻ, മോട്ടർ. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി തിരിച്ച് എൻ്റെ പെടലി ഒടിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റ.